ഹായ് ഫ്രണ്ട്സ്, മെൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് എനിക്ക് കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ എന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ റൂമാണ്, റൂമിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് സ്റ്റാൻഡ് വെക്കണം. കസ്റ്റമൈസ് ആയിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വയറിങ്ങിന് വയ്ക്കുന്ന വൈറ്റ് PVC പൈപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Welcome to Men4Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content. 20 mm വയറിംഗ് പൈപ്പാണ് ഈ ഡ്രസ്സിംഗ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഭിത്തിയുടെ വീതി വന്നിട്ട് 30 ഇഞ്ചാണ്. അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് 29 ഇഞ്ച് ലെങ്താണ് ഞാൻ ഈ ഡ്രസ്സിംഗ് സ്റ്റാൻഡിൻ്റെ വിഡ്ത്തിലേക്കായി എടുക്കുന്നത്. ഈ ഡ്രസ്സിംഗ് സ്റ്റാൻഡിൻ്റെ ഉള്ളളവായിട്ട് 20 ഇഞ്ച് വീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 20 ഇഞ്ച് ലെങ്ത്തുള്ള പൈപ്പ് പീസ് കട്ട് ചെയ്തെടുക്കുന്നു. രണ്ട് കണക്ടറുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് കണക്ടറുകൾക്ക് ഇടയിൽ ഗ്യാപ്പ് വരാതെ ഇരിക്കുന്നതിനായിട്ട് നമുക്ക് 1.5 ഇഞ്ച് ലെങ്തിലുള്ള പൈപ്പ് പീസാണ് ഈ ഭാഗത്തേക്ക് ഉപയോഗിക്കേണ്ടത്. അടുത്തതായി നമുക്ക് ഡ്രസ്സിംഗ് സ്റ്റാൻഡിൻ്റെ ബേസ്മെൻറ്റ് നിർമ്മിക്കാം. ഇതിലേക്കായിട്ട് ആദ്യം 20 ഇഞ്ച് നീളത്തിലുള്ള 2 പൈപ്പ് പീസുകൾ കട്ട് ചെയ്ത് ഇതിൻ്റെ രണ്ടറ്റത്തും ഓരോ T കണക്ടറുകൾ കണക്ട് ചെയ്യുക. അതിനുശേഷം 29 ഇഞ്ച് ലെങ്തിൽ വേറെ 2 പൈപ്പ് പീസുകൾ കൂടി കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെ രണ്ട് എൻഡിലും ഓരോ T കണക്ടറുകൾ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് 29 ഇഞ്ച് ലെങ്ത്തുള്ള 2 പൈപ്പുകളും ആ സ്റ്റാൻഡിൻ്റെ വീതി ഭാഗത്ത് വയ്ക്കുക. അതിനുശേഷം അതിന് കുറുകെയായിട്ട് 20 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 പൈപ്പ് പീസുകളും വെച്ചിട്ട് ഈ 2 പൈപ്പിൻ്റെയും T കണക്ടറുകൾ തമ്മിൽ 1.5 ഇഞ്ച് നീളമുള്ള ചെറിയ പൈപ്പ് പീസ് വെച്ച് ജോയിൻ ചെയ്യുക. അങ്ങനെ 4 T കണക്ടറുകളും തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിംഗ് സ്റ്റാൻഡ് ബേസ്മെൻറ്റ് റെഡിയായി. നാൽപ്പത് സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 4 പൈപ്പ് പീസുകൾ കട്ട് ചെയ്തെടുക്കുക.
അതുകൂടാതെ 20 ഇഞ്ച് ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകളും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതിൽ 20 ഇഞ്ച് ലെങ്ത്തുള്ള പൈപ്പ് പീസിൻ്റെ 2 എൻഡിലും ഓരോ ടീ കണക്ടറുകൾ കണക്ട് ചെയ്യുക. അതിനുശേഷം 40 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകൾ സ്റ്റാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്തു വെച്ച 20 ഇഞ്ച് ലെങ്ത്തുള്ള പൈപ്പിൻ്റെ 2 അറ്റത്തായി ടീ കണക്ടറുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ആ പൈപ്പ് എടുത്തിട്ട് ഈ 40 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 2 പൈപ്പിൻ്റെയും മുകളിലായി നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് 40 സെൻറ്റിമീറ്റർ ലെങ്ത് തന്നെയുള്ള 2 പൈപ്പ് പീസുകൾ കൂടി എടുത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 2 ടീയിലേക്ക് കണക്ട് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിലായി 2 ടീ കണക്ടറുകൾ കൂടി ബന്ധിപ്പിക്കാം. ഇനി ഇതിന് മുകളിലായി 1.5 ഇഞ്ച് ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകൾ കൂടി ഇറക്കി വയ്ക്കണം. ഇനി നമുക്ക് ആദ്യം എടുത്ത 40 സെൻറ്റിമീറ്റർ പൈപ്പിൻ്റെ നേർപകുതി, അതായത് 20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകൾ എടുത്ത് ഈ ലെഫ്റ്റ് സൈഡിലെ 2 ടീയുടെ മുകളിലായി കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ 2 അറ്റത്തും ഓരോ ടീ കണക്ടറുകൾ കണക്ട് ചെയ്യുക. ഇനി അതിൻ്റെ മുകളിലായി 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകൾ കൂടി കണക്ട് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്ക് 29 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പൈപ്പ് പീസിൻ്റെ 2 അറ്റത്തും ടീ കണക്ടറുകൾ കണക്ട് ചെയ്ത് ഫ്രണ്ടിലത്തെ 2 പൈപ്പ് പീസുകളിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം 20 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പൈപ്പ് പീസ് ഈ 2 ടീകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ പുറകിലത്തെ പോർഷനും ഒരു 29 ഇഞ്ച് ലെങ്ത്തുള്ള പൈപ്പ് ഉപയോഗിച്ച് ടീയുമായി കണക്ട് ചെയ്യാം. അതിനുശേഷം 4 ടീയുടെയും മുകളിൽ 1.5 ഇഞ്ച് ലെങ്ത്തുള്ള ചെറിയ പൈപ്പ് പീസുകൾ ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ 4 പൈപ്പ് പീസുകളിലേക്കും ഓരോ ടീ കണക്ടറുകൾ ഇറക്കി വയ്ക്കുക. ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം 4.5 ഇഞ്ച് ലെങ്ത്തുള്ള 4 പൈപ്പ് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പൈപ്പുകൾ ഇതുപോലെ കണക്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം 29 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പൈപ്പ് പീസിൻ്റെ 2 എൻഡിലും ഓരോ ടീ കണക്ടറുകൾ കണക്ട് ചെയ്ത് ഫ്രണ്ടിലുള്ള ഈ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം 4 ഇഞ്ച് ലെങ്ത്തുള്ള 4 പൈപ്പ് പീസുകൾ കൂടി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം 29 ഇഞ്ച് ലെങ്ത്തുള്ള വേറൊരു പൈപ്പിലേക്ക് 2 അറ്റത്തും ടീ കണക്ടറുകൾ കണക്ട് ചെയ്ത് ആദ്യത്തേതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെച്ച ആ 4 ഇഞ്ച് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം 2 4-ഇഞ്ച് പൈപ്പ് പീസുകൾ കൂടി ഈ ടീ കണക്ടറിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം 29 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പൈപ്പ് പീസിൻ്റെ 2 അറ്റത്തും 2 ടീ കണക്ടറുകൾ കണക്ട് ചെയ്ത് ഇതുപോലെ കണക്ട് ചെയ്ത് രണ്ടാമത്തെ പോർഷൻ്റെ ഭാഗവും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഡ്രസ്സിംഗ് സ്റ്റാൻഡിൻ്റെ രണ്ടാമത്തെ പോർഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 60 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ 2 പൈപ്പ് പീസുകൾ സ്റ്റാൻഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള
രണ്ട് ടീ കണക്ടറുകളുടെയും മുകളിലായി നന്നായി ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ ചെയ്യുക. ഇനി നമുക്ക് 11 ഇഞ്ച് ലെങ്ത്തിൽ 2 പൈപ്പ് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം സ്റ്റാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2 ടീ കണക്ടറുകളുടെയും മുകളിലായി ഇറക്കി വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷം 2 ടീ കണക്ടറുകൾ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായി 1.5 ഇഞ്ച് ലെങ്ത്തുള്ള 2 ചെറിയ പൈപ്പ് പീസുകൾ ഇട്ടുറപ്പിച്ചതിന് ശേഷം ഈ 2 പൈപ്പ് പീസുകളുടെയും മുകളിലായി ഇതുപോലെ ഇറക്കി വയ്ക്കുക. ഇനി നമുക്ക് 30 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകൾ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ പീസുകൾ ഇപ്പോൾ നമ്മൾ വെച്ച 2 ടീ കണക്ടറുകളുടെയും മുകളിലായി ഇറക്കി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലുള്ള 2 പൈപ്പ് പീസുകളുടെ മുകളിലായി ഓരോ ടീ കണക്ടറുകൾ ഇറക്കി വയ്ക്കുക. അടുത്തതായി 20 mm ഒരു എൽബോ എടുത്ത് ഈ പൈപ്പിൻ്റെ മുകളിലായി ഇറക്കി വയ്ക്കുക. അതിനുശേഷം 24.5 സെൻറ്റിമീറ്റർ നീളമുള്ള 4 പൈപ്പ് പീസുകൾ കൂടി കട്ട് ചെയ്തെടുക്കണം. ഇതിൽ 2 പൈപ്പ് പീസുകൾ നടുക്ക് ഒരു ടീ കണക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് ഈ ടീയിലേക്കും ഈ എൽബോയുടെയും എൻഡിലായി കണക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് 2 20 mm എൽബോയും 1.5 ഇഞ്ചിൻ്റെ 2 ചെറിയ പൈപ്പ് പീസും എടുക്കുക. കൂടാതെ ആ 1.5 ഇഞ്ചിൻ്റെ 2 ചെറിയ പീസുകൾ ഈ സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ള ടീ കണക്ടറിൻ്റെ മുകൾ ഭാഗത്തായി 2 എൻഡിലും കണക്ട് ചെയ്യുക. അതിനുശേഷം 29 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പൈപ്പ് പീസിൻ്റെ 2 അറ്റത്തുമായി ഈ എൽബോ കണക്ട് ചെയ്യുക. ആ 29 ഇഞ്ച് പൈപ്പിൻ്റെ എൻഡിൽ കണക്ട് ചെയ്ത ആ എൽബോ ഈ ഭാഗത്തായി ഇറക്കി കണക്ട് ചെയ്യുക. അതിനുശേഷം 10 ഇഞ്ച് ലെങ്ത്തുള്ള 2 പൈപ്പ് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കട്ട് ചെയ്ത പൈപ്പ് പീസുകൾ ഇതുപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം 29 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പൈപ്പിൻ്റെ 2 എൻഡിലും ഓരോ 20 mm എൽബോ കണക്ട് ചെയ്ത് സ്റ്റാൻഡിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി ഇറക്കി നന്നായി ടൈറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റാൻഡിൻ്റെ പണി ഏകദേശം തീർന്നു കഴിഞ്ഞു. ചെറിയ ഒരു മിനുക്കുപണി കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഭിത്തിയിൽ കുറച്ച് ഹോളിട്ട് ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പേസർ വെച്ച് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. അതിനായിട്ട് 20 mm പ്രിസിഷൻ ടൈപ്പ് സ്പേസറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ആ സ്റ്റാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള 1.5 ഇഞ്ച് പൈപ്പ് പീസിന് തുമ്പത്തായിട്ട് ഒരു 20 mm 2 എൽബോ ഇട്ടതിന് ശേഷം 20 ഇഞ്ച് ലെങ്ത്തുള്ള പൈപ്പ് പീസ് ഇട്ട് നമുക്ക് കർച്ചീഫ് മറ്റും തൂക്കിയിടുവാനായിട്ട് ഒരു ഹാൻഡിൽ പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൽ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജോയിൻസിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ പിന്നെ ഊരിപ്പോരുകയൊന്നുമില്ല. നേരത്തെ നിർമ്മിച്ച് ഒരു 6 മാസത്തോളമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. ഇപ്പോൾ നിങ്ങളെ വ്യൂ കാണിക്കാനായിട്ട് രണ്ടാമത് അഴിച്ച് ഡീഅസംബിൾ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ. Welcome to Men4 Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content.